ഇന്ന് യുദ്ധത്തിന് പി വി അൻവർ ഒരുങ്ങുമ്പോൾ പി വി വേഴ്സസ് പി വി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിണറായി വിജയനെ പി വി അൻവർ ഇന്ന് ചോദ്യമുനയിൽ കുരുക്കുമ്പോൾ മറുപടിയുണ്ടോ എന്നാണ് നമ്മൾ ചർച്ച പരിശോധിക്കുന്നത്. നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, CPM പ്രതിനിധി, BJP പ്രതിനിധി ജിജി ജോസഫ് എന്നിവർ. ആദ്യം ഞാൻ റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു. റിജിൽ മാക്കുറ്റി, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ, കേരളത്തിൽ വിവിധ നേതാക്കളുടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എന്നുകൂടി പറയുന്നുണ്ട് പി വി അൻവർ. അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, എല്ലാ നേതാക്കളും, മുസ്ലിം ലീഗ് ഉണ്ട്. ഈ നേതാക്കളുടെ കോക്കസാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ശാപമെന്നാണ് പി വി അൻവർ പറയുന്നത്. പി വി അൻവർ പറയുന്നത് തെരുവിൽ ആയുധമാക്കുന്ന കോൺഗ്രസ് ഈ പറയുന്ന ആരോപണങ്ങളും ഏറ്റെടുക്കുമോ? റിജിൽ മാക്കുറ്റി. ശ്രീ അരുൺകുമാർ, ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അതിനകത്തൊന്ന് വീശി എറിഞ്ഞതാണ് ശ്രീ അൻവർ. പക്ഷേ അൻവറിൻ്റെ ആരോപണങ്ങൾ അവിടെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരിക്കലും ഈ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ വേണ്ടി സ്തുതിപാഠകരോ അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും നെക്സസിൽ പെടുന്നവരോ അല്ല ശ്രീ കെ സുധാകരനായാലും VD സതീശനായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDF നേതാക്കന്മാർ എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആർക്കെതിരെയാണ്, ആരാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. UDF ഒരു MLA നടത്തിയ പത്രസമ്മേളനം അല്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ടുള്ള പി വി അൻവറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. കാരണഭൂതനെന്നും ക്യാപ്റ്റനെന്നും പറഞ്ഞ ആൾ കരിഞ്ഞ സൂര്യനാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ കരിഞ്ഞ സൂര്യൻ്റെ ഇടയിൽ ഈ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവിഹിതമായ കൂട്ടുകെട്ടുകളും ഒക്കെയുള്ള ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞ ആരോപണം, അങ്ങനെ കണ്ടാൽ പോരെ? അല്ല, കോൺഗ്രസ് രക്തം, അങ്ങനെ കോൺഗ്രസ് രക്തത്തിൽ നിന്ന് ഒരുപാട് ആളെ പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ EMS ഒക്കെ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് നിന്ന് പോയ ആളാണല്ലോ അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും ഈ രൂപത്തിൽ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് കൈമുട്ടി കൊടുത്തവരായിരുന്നല്ലോ ഇടതുപക്ഷവും പിണറായി വിജയനൊക്കെ. ഇപ്പോൾ അദ്ദേഹത്തിന് എവിടുന്ന കോൺഗ്രസ് രക്തം വരുന്നത് തങ്ങൾക്കെതിരെ പറയുമ്പോഴാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റെടുക്കാത്ത കോൺഗ്രസ് രാഷ്ട്രീയ ആവശ്യം? ശ്രീ അരുൺ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഈ ഗവൺമെന്റ് അകത്ത് വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് പി വി അൻവർ പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പറയുന്നുണ്ട്. അത് പി വി അൻവർ കൂടി പറയാണ്. വളരെ ഗൗരവപരമായ കാര്യമല്ലേ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അതുപോലെ മുസ്ലിം ചെറുപ്പക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് ഇതിനകത്തുള്ള ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്തെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അലൻ താഹ ഉൾപ്പെടെയുള്ള വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഏതൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ ഏറ്റെടുക്കാത്തത്? തൊട്ടുകൂടാവുന്ന പി വി അൻവർ എവിടെയാണ്? തൊട്ടുകൂടാനാവാത്ത പി വി അൻവർ എവിടെയാണ്? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ പി വി അൻവറിന്റെ വിഷയത്തിൽ? പി വി അൻവറിന് വേണ്ടി അല്ലെങ്കിൽ പി വി അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കകത്ത് പറയുന്നതല്ല, വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുതയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിനകത്തെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരം കലക്കാൻ കേരളത്തിൽ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ADGP ആയിട്ടുള്ള അജിത് കുമാറും RSS നേതാക്കന്മാരും തമ്മിലുള്ള രഹസ്യ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് കൃത്യമായ രൂപത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ലേ. എനിക്ക് മറുപടി വേണം. ജിജി ജോസഫിൽ നിന്ന് അരുൺകുമാർ നമുക്കൊപ്പം ചേരുന്നതേ ഉള്ളൂ. ജിജി ജോസഫ്, ഇന്ന് പി വി അൻവർ ഉന്നയിച്ച ആരോപണം താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഈ അജിത് കുമാർ പൂരം കലക്കിയതാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പി വി അൻവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രത്തിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് നേടിയെടുക്കുന്നതിൽ ആനുകൂല്യം കിട്ടുന്ന നേതാക്കളായിരിക്കുമല്ലോ അജിത് കുമാറിനെ വെച്ച് പൂരം കലക്കിയത് എന്നാണ്. ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ തന്നെ ആയിരിക്കുമോ ജിജി ജോസഫ്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ ഈ MR അജിത് കുമാർ ഈ വാഹിനി എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപിയെ തൃശൂർ പൂരനഗരിയിലേക്ക് കൊണ്ടുവന്നത്? ജിജി ജോസഫ്, പിന്നെ ആയുർവേദ ചികിത്സയായിട്ട് ആശുപത്രി കിടക്കുന്ന സുരേഷ് ഗോപി പൾസർ ബൈക്കിൽ കയറി വരുമോ? ആയുർവേദ ചികിത്സയോ? സേവാഭാരതിയുടെ ആംബുലൻസ് കൊണ്ടുവരും. അതിനെന്താ കുഴപ്പം? ആളെയാണ് കൊണ്ടുവന്നത്. ആയുർവേദ ചികിത്സയിൽ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ ആ സമയത്ത് അത് നിങ്ങളെ നടപ്പ് ശ്രദ്ധിക്കും. നിങ്ങൾ ഒരു വീഡിയോ പുറത്താക്കുന്നുള്ളൂ, ആ വീഡിയോ എടുത്ത് നോക്കുക. ഇനി അതിലേക്ക് പോകണ്ട. ഇപ്പോൾ പിണറായി വിജയൻ, ഇപ്പോൾ അൻവർ പറയുന്നതനുസരിച്ച് പിണറായി വിജയനും CPM-ഉം BJP ഒക്കെ തമ്മിൽ സഖ്യമാണെങ്കിൽ ഇനി പാലക്കാട് ഇനി ഞങ്ങൾ തന്നെ ജയിക്കുന്നതാണോ അൻവർ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊക്കെയാണോ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടുന്ന കാര്യമാണ് അൻവർ പറഞ്ഞോട്ടെ. നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഡീലായിരുന്നു അത്.
അൻവറിനോട് ചോദിക്കും. കേരളത്തിലെ BJP-യുടെ അജണ്ടയൊന്നും PV അൻവർ തീരുമാനിക്കൊന്നും വേണ്ട. അത് PV അൻവറിനോട് തന്നെ ചോദിക്കാം. എന്താണ് ഉദ്ദേശം, എന്താണ് പറഞ്ഞത്? ഓരോ ദിവസം ഞങ്ങൾ ആദ്യം പറഞ്ഞാണല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് പാർട്ടി ഇലക്ഷൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇവിടെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടുത്തെ പോസ്റ്റർ മുഴുവൻ ഒട്ടിച്ച്, ആലപ്പുഴയിൽ ഒട്ടിച്ച ഒരു ദിവാകരൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് പോസ്റ്റർ ഒട്ടിച്ചത്. അങ്ങനെ ഒരുപാട് പേര് ഫ്ലെക്സ് വയ്ക്കാനും ഒരുപാട് പേര് പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നേ. അവരെല്ലാവരെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നേ. ഞങ്ങൾ ഒരു സംഘടന എന്താ ചെയ്യേണ്ടത്? ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്തണം. അവിടെ ഞങ്ങൾ ആരെങ്കിലും KS മുരളീധരനെയോ പ്രതാപനെയോ അല്ലെങ്കിൽ സുനിൽകുമാറിനെയോ എല്ലാം തടഞ്ഞോ? ഇല്ലല്ലോ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൂരത്തിന്റെ ദിവസം ആയുർവേദ ചികിത്സയിലായിരുന്നു എന്നുള്ള ഒരു പുതിയ കഥ ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. സുരേഷ് ഗോപി ഇനി ഒരു ചികിത്സ ഇല്ലാതിരിക്കട്ടെ. ആയുർവേദ ചികിത്സയുടെ കായകൽപ്പം ചികിത്സ കഴിഞ്ഞ് ഈ തൃശ്ശൂർ പൂരം നഗരിയിലേക്ക് വന്നത് ഏത് ആശുപത്രിയിൽ നിന്നാണ്? ചികിത്സയില്ല. അല്ല, ഏത് ആശുപത്രിയിൽ നിന്നാ? ശരി അരുണെ, ഞാൻ വാദത്തിന് വിടുന്നു വെച്ച് ചികിത്സയൊന്നുമില്ല. ഞങ്ങൾ സേവാ കള്ളം പറയരുത് ജിജി ജോസഫ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല, നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹം റെസ്റ്റ് വരും. അവിടെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ജനങ്ങളുടെ പ്രശ്നം ഉണ്ടായി, അവിടെ ഇഷ്യൂ കത്തി നിൽക്കുമ്പോ പിന്നെ സ്ഥാനാർത്ഥി പ്രശ്നം ഉണ്ടായി. എന്റെ അതൊക്കെ വരുമെന്ന് ഞങ്ങൾ ആ സേവാഭദ്ര ആംബുലൻസ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോട്ടോർ വാഹന നിയമപ്രകാരം നിങ്ങൾക്ക് ആംബുലൻസിൽ സഞ്ചരിക്കാവുന്നവരെ കുറിച്ചൊരു ചട്ടമുണ്ട്. ആ ചട്ടം ലംഘിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വരാം സാർ. നിങ്ങൾ ആ നിയമം അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല ഒരു കാര്യം പറയട്ടെ. ഈ പണ്ടൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ പറയും ഓസ്ട്രേലിയ ബംഗ്ലാദേശിനോട് തോക്കുകയും സിംബാബ്വെ ശ്രീലങ്കയോട് തോക്കുകയും ചെയ്താൽ ഇന്ത്യ ചിലപ്പോൾ ഫൈനലിൽ കയറുന്നു പറഞ്ഞാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക്, ഈ രണ്ട് മുന്നണികൾക്കും അവിടെ പൂരമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ, അല്ലെങ്കിൽ മറ്റേതായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ. കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഞങ്ങളുടെ നട്ടും പോയിട്ടും ഇളക്കിക്കൊണ്ട് പോയി. അങ്ങനത്തെ ഒരു സ്ഥാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ തൃശ്ശൂരത്തെ ആവണശ്ശേരി പഞ്ചായത്ത് ഭരിക്കാനായിട്ട് കുറെ കാലമായി. വാർത്തയിലേക്ക് കൂടി പോയി വരാം. PV അൻവറിനെ തള്ളിയിരിക്കുകയാണ് CPM-ന്റെ നേതൃത്വം. ബ്യൂറോ യോഗം നാളെയാണ്. അതിൽ പങ്കെടുക്കാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് എത്തിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെയാണ് ആരോപണം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പാർട്ടി നേതൃത്വത്തിനെതിരെയും ആരോപണമുണ്ട്. അഡ്വക്കേറ്റ് K. സലൻകുമാർ, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് ഭരണകക്ഷി MLA-യുടെ ആവശ്യം. എന്താണ് പ്രതികരണം? അല്ല, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഇവിടെ ശ്രീ PV അൻവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ നിരവധി തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇറങ്ങി. ഇവിടെ വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നു. അതായത് DGP-യുടെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു. അതുപോലെ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ വലതുപക്ഷത്തിന് ടൂൾസ് നിർമ്മിക്കുന്ന പ്രവൃത്തി ശ്രീ PV അൻവർ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യരുത് എന്നും അദ്ദേഹം നിരന്തരം പത്രസമ്മേളനത്തിലൂടെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ അന്വേഷണ ഏജൻസിയെയും ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വിശ്വാസത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അന്ന് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്ന് രാത്രി തന്നെ ഏകദേശം 8:25 ആയപ്പോഴേക്കും സ്വന്തം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇനി ഞാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തില്ലെന്നും പാർട്ടിയാണ് വലുതെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടതാണ്. ഇപ്പോൾ കൃത്യം 2 ദിവസമേ ആയിട്ടുള്ളൂ. മുഖ്യമന്ത്രി കാണിച്ചില്ലല്ലോ തൃശ്ശൂരിൽ. അല്ല, മുഖ്യമന്ത്രി മാന്യത തന്നെയാണ് കാണിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് സംവിധാനത്തിന് ഏകപക്ഷീയമായി നടപടിയെടുക്കാൻ കഴിയില്ല. കൃത്യമായി ഗവൺമെന്റ് സംവിധാനത്തിന് അന്വേഷണം നടത്തണം, തെളിവുകൾ ശേഖരിക്കണം. ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു വസ്തുതയും പരിശോധിക്കാതെ സഡൻ നടപടിയെടുക്കുന്ന സാഹചര്യം ഗവൺമെന്റ് സംവിധാനത്തിന് വിധേയമാണ്.
പാർട്ടിയുടെ നിലപാട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അല്ല, അഭ്യർത്ഥന അങ്ങനെ മാനിച്ച് വെടിനിർത്തൽ പി വി അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് പിണറായി വിജയനും അത് ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. മാത്രമല്ല അദ്ദേഹം കള്ളക്കടത്തുകാരനാണ് എന്ന ധ്വനി മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. മാധ്യമങ്ങൾ ചോദിക്കുക, പി വി അൻവറിനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് കടത്തുകാർക്ക് വേണ്ടി വാദിക്കുന്നയാളെന്ന്? മുഖ്യമന്ത്രി അത് എതിർത്തോ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ എന്ന്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA മുഖ്യമന്ത്രി കൈവിട്ടാൽ പിന്നെ ആ MLA എങ്ങനെ പ്രതികരിക്കണം? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. അല്ല, MLA പ്രതികരിച്ചോട്ടെ. MLA ഏത് തരത്തിൽ പ്രതികരിച്ചാലും അത് നേരിടാനുള്ള കരുത്ത് ഈ പാർട്ടിക്കുണ്ട്. പാർട്ടിയാണ് വലുത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോ അനുഭാവിക്കോ അല്ലെങ്കിൽ സഹയാത്രികനോ ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയാൽ, തെറ്റായ വഴിയിലേക്ക് പോയാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. പാർട്ടി കൃത്യമായി പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് 1 മാസമാണ് സമയം കൊടുത്തത്. ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കണ്ടേ? ഏതെങ്കിലും തരത്തിലെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണ്ടേ? അദ്ദേഹം തന്നെ ചില ഫോൺ സന്ദേശങ്ങൾ പുറത്തുവിട്ടു. ആ SP-യെ സഡനായി പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. കാരണം എന്താ? ഒരു SP പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ, വഴിവിട്ട തരത്തിൽ സംസാരിച്ചു. സഡനായിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടക്കുന്നു. അതുപോലെ തന്നെ SP ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒറ്റ ചോദ്യം കൂടി സാങ്കേതികമായി, ഇനിയിപ്പോ ഈ പി വി അൻവറിന് CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായി തുടരുക സാധ്യമാണോ? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. അല്ല, ഗവൺമെന്റ് സംവിധാനത്തെയും മുഖ്യമന്ത്രിയെയും യാതൊരു വസ്തുതയില്ലാതെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പാർലമെന്ററി പാർട്ടി അംഗമായി സ്വയം തുടരാൻ കഴിയും? അത് ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുമെന്ന് തന്നെയല്ലേ പാർട്ടി സംസ്ഥാന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ശക്തമായി തന്നെ പാർട്ടി ഇത് പരിശോധിക്കും. കാരണം തെളിവുകളാണ് വേണ്ടത്. ആർക്കും ആരോപണം ഉന്നയിക്കാം. താങ്ക് യു അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. നമുക്ക് വിശദമായി തന്നെ വിഷയം ചർച്ച ചെയ്യാം. സമയത്തിന് ഒരു പരിമിതിയുണ്ട്. 3 അതിഥികളും ക്ഷമിക്കണം. നിർണായകമായ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിലേക്ക് ആഴത്തിൽ വരാൻ കഴിയാതെ പോയത്. വരും ദിവസങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതും തിളച്ചുമറിയുന്നതും ഇതേ വിഷയമാകും എന്നുറപ്പാണ്. ജിജി ജോസഫ്, താങ്ക് യു.